അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ L3 Vibes. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് വെക്കാൻ സാധിക്കും എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നി, മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാൻ സഹായിക്കാൻ പറ്റും എന്നാണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഓരോ പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം അല്ലേ. പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം എന്നല്ല, ചെറിയൊരു വിഷമം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം അനുഭവിക്കാത്തൊരു വ്യക്തിയും ഉണ്ടാവും. ചിലർക്ക് അസുഖങ്ങളായിരിക്കാം, ചിലർക്ക് ചിലരുടെ വേർപാടുകളായിരിക്കാം, മറ്റു ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, ഓരോരോ ജോലി തിരക്കായിരിക്കാം, അല്ല ജോലി ഭാരമായിരിക്കാം, അല്ല ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഓരോരുത്തർക്കും അവരുടേതായ ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൈവിട്ട് പോകുന്നത് പോലെ തോന്നും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ പ്രശ്നങ്ങൾ മൊത്തം, ആ ഒരു ഭാരം മൊത്തം നാം എവിടെയാണ് ഏൽപ്പിക്കുന്നത്? നമ്മുടെ മനസ്സിനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ, എല്ലാം ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിൽ മനസ്സിനെ മാറ്റുകയാണെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് ഏൽക്കുകയില്ല. എല്ലാ പ്രശ്നവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നൈസായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് എടുക്കാം? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ പ്രശ്നം ഇങ്ങനെ എന്താ പറയുക, എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാനെന്താ ചെയ്യുക? ഞാൻ എൻ്റെ ജന്മത്തെ പഴിക്കല്ല, ഒരു വല്ലാത്ത ശാപം കിട്ടിയ ജന്മം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എന്ത് പഠിച്ചോനെ, എൻ്റെ പരീക്ഷണങ്ങൾ എനിക്ക് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ മേൽ പഴിചാരും. വന്നിട്ടുണ്ടെങ്കിൽ ജന്മത്തിന് പഴിചാരും, അല്ലെങ്കിൽ പഠിച്ചോനെ പഴിചാരും. അതിലൂടെയായിരുന്നു നമ്മൾ ആശ്വാസം കണ്ടെത്തുക അല്ലേ. പക്ഷെങ്കിൽ നമ്മൾ ആ പഴിചാരി ആശ്വാസം കണ്ടെത്തുന്നതിന് പകരം അത് കൈകാര്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ആ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ നമ്മൾ പലരും അത് ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് തന്നെയാണ് നമ്മുടെ മനസ്സിന് ഇത്രയും ഭാരവും വന്നു കഴിഞ്ഞ് നമ്മൾ ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? ഞാനൊരു പ്രശ്നത്തിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ ആരെമേലും പഴിചാരണ്ട. കാരണം എനിക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുക ആദ്യം. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഏറ്റവും മനോഹരമായൊരു കാലഘട്ടം, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, എന്താ പറയുക, ഒരു പ്രാരാബ്ധവും നമ്മൾ അറിയാതെ നമ്മൾ ഇന്നും തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഏതാണ്? ബാല്യകാലം അല്ലേ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. നമ്മൾ ബാല്യകാലത്ത് തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ പ്രശ്നം വരുമ്പോൾ നമ്മുടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതിലൂടെ ആ സമയത്ത് നമ്മൾ എന്താ പറയുക, കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരുന്നു കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് എന്ന് നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക. അപ്പം നമ്മൾ അന്ന് ഒരുപാട് ആ സമയത്ത് നമ്മളെ ഹോബീസും കാര്യങ്ങളൊക്കെ ഭയങ്കര വാതോരാതെ സ്കൂളിലും മറ്റുമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹോബീസ് ഉണ്ടാകാം, നിങ്ങളുടേതായ ആഗ്രഹങ്ങളുണ്ടാകാം. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ആ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ ഹോബീസോ ഒഴിവാക്കേണ്ടതായി വന്നിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞങ്ങൾ എന്തായിരുന്നു അന്ന് സന്തോഷം കണ്ടെത്തിയത്. എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പൂക്കളോടായിരുന്നു എനിക്ക് അന്ന് എന്താ പറയുക, ഇഷ്ടം മുഴുവനും. എവിടെ പോയാലും ഞാൻ പൂക്കൾ കണ്ടാൽ അത് പറിച്ചെടുക്കും.
അപ്പോൾ ഞാൻ ഈ ഒരു പ്രശ്നം കടന്നു പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് എൻ്റേതായ ഹോബീസില്ലേ, ഞാൻ അതിൽ എൻഗേജ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിന് കൊടുക്കണ്ട. എൻ്റെ മനസ്സിനെ എനിക്ക് എന്താ പറയുക, കൈവിട്ട് പോകും. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ മുഴുകുക. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ എനിക്ക് നൽകുക. മറ്റുള്ളവർക്ക് പ്രയോറിറ്റി നൽകണ്ട എന്നല്ല, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് നൽകുക. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക, പൂക്കളെ ഇത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പൂക്കൾ എൻ്റെ കൈകളിലിരിക്കുന്നതിനേക്കാൾ ഭംഗി എവിടെ ഇരിക്കുന്നതാണ്? അതിൻ്റെ ചെടികളിലിരിക്കുന്നതാണ് ഭംഗി. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ പക്വത കൊണ്ടായിരുന്നു ഞാൻ അന്നൊക്കെ പൂക്കൾ പറിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ ആ ഒരു തിരിച്ചറിവ് വന്ന സമയം തൊട്ട് ഞാൻ പൂക്കളെ എന്താ പറയുക, പറിക്കാതെ ചെടികളിലിരുന്ന് കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഹാപ്പിയായി, പൂവ് ഹാപ്പിയാണ്, ചെടി ഹാപ്പിയാണ്. അതുപോലെയാണ് നമ്മുടെ ഹോബീസിനെ നമ്മൾ കൊണ്ടുവരുന്നത്. തിരിച്ച് നമ്മൾ ഹോബീസിനെ നമ്മൾ കൊണ്ടുവരുന്നത് റീഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പാട്ടാകാം, പാട്ട് പാടുന്നതാകാം, പാട്ട് കേൾക്കുന്നതാകാം, ഡാൻസ് ചെയ്യുന്നതാകാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരികെ കൊണ്ടുവരിക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൈം പറ്റും, നിങ്ങൾ ആ ഒരു ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെടികളിലിരിക്കുമ്പോഴാണ് പൂക്കൾക്ക് കൂടുതൽ ഭംഗി. അപ്പോൾ അവർ ഹാപ്പിയാകുന്നു, ഞാനും ഹാപ്പിയാകുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഹോബീസിനെ നമ്മൾ നമ്മുടേതിലേക്ക് വെക്കുക. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാതിരിക്കുമ്പോൾ അവർ ഹാപ്പി. അവിടെ കൂടെയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ, ഇപ്പോൾ റീഡിംഗ് ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം ബുക്ക് എടുത്ത് വായിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പണിയും എല്ലാം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം വെച്ച് അതവിടെ മാറ്റി വെച്ച് നമ്മൾ വെറും ബുക്സ് വായിക്കുന്നത്, അതപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മുടെ അടുത്തൊരാളിരിക്കുന്നുണ്ട്, അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബുക്സ് വായിക്കുമ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ വായിക്കുകയാണ്, ഉറക്കെ വായിക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ ഹോബീസിനെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ നമ്മുടെ ഹോബീസിനെ നമ്മുടെ ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. പക്ഷെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധം ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാം, ഇപ്പോൾ ചെടി തന്നെയാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും എന്താ പറയുക, കൊണ്ട് നടക്കുന്നത് അത് തന്നെയാണ്. ചെടികൾക്ക് എന്താ പറയുക, നല്ല ആരോഗ്യപൂർണ്ണമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കണം, വളം നൽകണം, എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാൽ മാത്രമേ അതിൽ പൂവിടുകയുള്ളൂ, വിത്ത് വരുള്ളൂ, എന്താ പറയുക, പൂവിടുള്ളൂ, നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു ചെടി നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചു പോകും. അതുപോലെയാണ് നമ്മുടെ മൈൻഡും. നല്ല ചിന്തകൾ നമ്മുടെ മൈൻഡിന് നൽകിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ എല്ലാ കാലവും നമ്മൾ ഭയങ്കര വിഷമത്തിൽ, നമ്മുടെ മനസ്സ് എപ്പോഴും ആ ഒരു ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സിനെ എന്താ പറയുക, പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ആയുസ് തന്നെ കുറയും. അപ്പോൾ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യുക? നമ്മൾ നല്ല ചിന്തകൾ വെച്ച് മതഗ്രന്ഥങ്ങളില്ലേ, അത് പാരായണം ചെയ്യുക എന്നതാണ്. ഇപ്പം നമുക്ക് ഖുർആൻ ഓതുമ്പോൾ തന്നെ ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ മറ്റു മതമുള്ള ആളുകൾക്ക് ബൈബിള്, പിന്നെ മഹാഭാരതം, രാമായണം എന്നിവയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒന്നാമത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾക്കൊരു അറുതി ഉണ്ടാകും. പിന്നെ അതുപോലെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, മറ്റുള്ളവരോടുള്ള അസൂയ, അങ്ങനെ ഒരു ദുഷിച്ചൊരു ചിന്താഗതികളുണ്ടല്ലോ, അസൂയ, അത് പാടില്ല. അവർ ഞങ്ങളെക്കാളും മേലിലാണ്, അല്ലെങ്കിൽ ഞങ്ങളെക്കാളും മേലോട്ട് പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ദുഷിച്ച ഒരു ചിന്താഗതികൾ അത് നമ്മൾ മൈൻഡിൽ ഒരിക്കലും നിറക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ഒരാളെ, അപ്പോൾ അവർ നല്ലൊരു സ്റ്റാറ്റസിലുള്ള ആളായിരിക്കാം, ഞാൻ അത്യാവശ്യം എന്താ പറയുക താഴ്ന്നതിൽ പെട്ടതാണ്. അപ്പോൾ ഞാനെന്താ ചിന്തിക്കുക, അവളെ ഒരു ഭാഗ്യം നോക്കിയാട്ടെ, അവരെ അങ്ങനെ കഴിയുന്നു, ഞാനിങ്ങനെയല്ലോ, ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ആ സമയത്താണ് നമുക്ക് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത്.
അപ്പോൾ ആ പ്രശ്നവും ഇതും കൂടിയിട്ട് എൻ്റെ മൈൻഡ് എന്ത് ചെയ്യും, നല്ല ഒന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ക്ലാഷ് ഒരു ജസ്റ്റ് ഞങ്ങൾ ആ ഒരു പ്രശ്നത്തിന് സമയത്ത് നമുക്ക് പൊട്ടിത്തെറിയിലേക്ക് അവസാനിക്കും. ഇല്ലെങ്കിൽ അതും അവിടെ അമർന്നു കൂടിയിരിക്കും. ആ ഒരു പ്രശ്നം അവിടെ അമരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം വരും. അപ്പോൾ ആ ഒരു പ്രശ്നം മൈൻഡിൽ പിന്നെ അമർന്ന് കിടക്കുന്നത് ലാസ്റ്റ് എന്താ പറയുക, ഒരു വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് അത് അവസാനിക്കുക. പക്ഷെ അതിനൊന്നും നമ്മൾ അവസരം കൊടുക്കണ്ട. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്. രണ്ടാമത്തേത് നമ്മുടെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യുക. മറ്റുള്ളവരോടുള്ള ഈ ഒരു എന്താ പറയുക, ആ ഒരു ചിന്താഗതി വേണ്ട. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ തന്നെ നമുക്ക് മറ്റുള്ളത് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. എപ്പോഴും നോക്കിയാട്ടെ, ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തു, ഇവർക്ക് ഇങ്ങനെ ചെയ്തു, എന്നിട്ട് അവരെന്നോട് അതല്ലേ ചെയ്തത്, ഞാൻ എന്തിനാണ് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. എന്തിൻ്റെ ആവശ്യത്തിനാണ് ഞങ്ങളത് ചിന്തിക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരാൾക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കുക. അപ്പോൾ പ്രതീക്ഷിച്ച് എന്താ പറയുക ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്ക് അത് തിരിച്ച് കിട്ടാതിരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് നമുക്കതൊരു പ്രശ്നമേ അല്ല. ഒന്നാമത് അത് നമ്മളൊരു പ്രതീക്ഷയും വെക്കരുത്. എന്ത് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രതീക്ഷ അവരിൽ നിന്ന് അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ വെക്കാൻ പാടില്ല. രണ്ടാമത്തത്, അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് ഞാൻ നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് നൽകുക. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യുക. പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം, നമ്മെ തന്നെ സ്നേഹിക്കുന്ന ഒരു സമയം കണ്ടെത്തുക. അത് ഈ പറഞ്ഞത് കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കണ്ട എന്നല്ല, ചെയ്ത് കൊടുക്കണം. ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കുക, നമ്മുടെ കാര്യങ്ങളും കൊടുക്കുക. അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഫസ്റ്റ് മുൻഗണന നൽകേണ്ടത് നമുക്ക് തന്നെയാണ് എന്നാണ് ഞാനിവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അത് കഴിഞ്ഞേന് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണെങ്കിൽ മൈൻഡ് നമ്മുടെ കൈകൾക്കുള്ളിലാണ്. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളൊരു ഇതൊന്നും നമുക്കുണ്ടാവില്ല. ചില ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ അവരുടെ കാര്യങ്ങൾ എന്താണെന്നുള്ള അവരിങ്ങനെ ചോദിക്കും. പക്ഷെ അവരൊന്നും വിട്ടു പറയുന്ന ആളായിരിക്കില്ല. പക്ഷെ ഇവർക്ക് അത് അറിയണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് എന്തായി ചോദിച്ച മേലെ ഇങ്ങനെ ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷെ അതിനൊന്നും നിൽക്കണ്ട. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് വേദന ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി നമ്മൾ അവിടെ നിൽക്കുക. അപ്പോൾ മൈൻഡ് മൊത്തം എന്താണ്? നമ്മുടെ കാര്യമാണ്. നമുക്ക് നൽകുന്ന, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നൽകുന്നതായിട്ടാണ് നമ്മുടെ മൈൻഡിൽ മൊത്തം ഉണ്ടാവുക. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകളും കാര്യങ്ങളൊന്നും നമ്മുടെ മൈൻഡിൽ അവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവില്ല. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതങ്ങ് പോകുന്നുണ്ട്. നമ്മളിപ്പം പറയില്ലേ, ഈ ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടുക എന്നുള്ളത്, അതുപോലെയാണ്. നമ്മുടെ മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യില്ല. നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ അത് തരണം ചെയ്യാനുള്ള മനസ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ശക്തി നമ്മുടെ മനസ്സിനുണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ടിരിക്കാൻ ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഞാനൊരു എന്താ പറയുക, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ മനസ്സിനെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനെന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ നാളത്തേക്ക് വീണ്ടും മാറിപ്പോകുന്നു. മനസ്സ് വീണ്ടും മാറിപ്പോകുന്നു, വ്യതിചലിച്ച് പോകുന്നു അതിൽ നിന്ന്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇതിന് നിരന്തരമായിട്ട് ഞങ്ങൾ ട്രെയിനിങ് നൽകണം. ഇപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, നടക്കാൻ പഠിക്കുന്നത്. അവർ നടന്ന് പഠിക്കുന്നത് എങ്ങനെയാണ്? വീണുകൊണ്ടാണ്. ഒരിക്കൽ വീണെന്ന് ചോദിച്ചാൽ അവർ എഴുന്നേറ്റ് നടക്കാതിരുന്നാൽ പിന്നെ അവർക്ക് നടക്കാനും പറ്റില്ല. പക്ഷെ അവർ നിരന്തരം ട്രെയിനിങ് ചെയ്ത് അവർ തന്നെ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ അവർ നടന്നു കൊണ്ടുവരുന്നു. ചിലപ്പോൾ വീണിട്ട് നല്ല വേദന ഉണ്ടെങ്കിലാണ് അവർ കരഞ്ഞിട്ട് രക്ഷിതാക്കളെ അല്ലെങ്കിൽ
അവരുടെ പേരൻസിൻ്റെ സഹായം അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ സഹായം നേടിയിട്ട് അവർ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ തന്നെ എഴുന്നേൽക്കാൻ ശ്രമിച്ച് നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ചിലപ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കും ചെയ്യാം, അപ്പോൾ നാളെ നമുക്കത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഇതെന്നെ കൊണ്ട് പറ്റൂല, ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മറ്റേ നമ്മൾ അവിടെ വിടാൻ പാടില്ല. കുട്ടികൾ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇത് നിനക്ക് പറ്റും, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരന്തരം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോഴേക്കും ഏകദേശം ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം മനസ്സ് ഒന്ന് സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിത് നിരന്തരം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പറ്റുള്ളൂ. സ്പീച്ച് കേട്ടതിന് ശേഷം ഒരാൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കുകയാണ്, ഞാൻ നാളെ മുതൽ ഇങ്ങനെയാകും ഉറപ്പിച്ച് എന്ന് വിചാരിക്കും. അപ്പം നാളെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് അവർ പറഞ്ഞ ആ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ആവാൻ തീരുമാനിച്ച് നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെങ്കിൽ ഓക്കെ ആയി, അന്നൊരു ദിവസം എന്നെ കൊണ്ട് സാധിച്ചു. ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം സാധിക്കും, ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം മുതൽ വീണ്ടും കൈവിട്ട് പോകും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ പറ്റുന്ന ഒന്നാമത്തെ തെറ്റ് എന്താണ്? നാം എടുത്ത തീരുമാനം എന്താണ്? നമ്മളൊരു ആത്മവിശ്വാസത്തോടെ എടുത്ത തീരുമാനമല്ല. ആത്മവിശ്വാസത്തോടെ നമ്മൾ എടുത്ത തീരുമാനമാണെങ്കിൽ അത് നാം നാളത്തേക്ക് വെക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നാം എന്ത് ചെയ്യാം? അന്നേരം തന്നെ ഉറപ്പിക്കുക. ഈ സ്പീച്ച് കേട്ട ഉടനെ ഉറപ്പിക്കുക, ഓക്കെ ഞാൻ ഇപ്പോൾ ഈ നിമിഷം മുതൽ ഇങ്ങനെ മാറാൻ ശ്രമിക്കുകയാണ് എന്ന്. അങ്ങനെ ശ്രമിച്ച് അത് വിചാരിച്ച് നിൽക്കുക. പിന്നെ എന്താ പറയുക, ആ ഒരു പ്രതിജ്ഞ മനസ്സിൽ എടുത്തു വെക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, അങ്ങനെ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ ചിന്തിക്കുക, ഈ പ്രശ്നം ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, ഓക്കെ ഇതത്രയേ ഉള്ളൂ, അതെന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. ഇനിയിപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കരയാൻ പാടില്ല. ആരുടെ മുന്നിൽ നമ്മൾ കരയാൻ പാടില്ല. കരയണം എപ്പോൾ? നമ്മൾ കുറച്ച് ആരും കാണാതെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കരഞ്ഞ് നമ്മുടെ മൈൻഡിലുള്ള വേദന ഒന്ന് പുറത്ത് കളയണം. കണ്ണീരിലൂടെ പോകുന്ന നമ്മുടെ വേദനയില്ല, ചിലപ്പോൾ കരഞ്ഞു കൊണ്ട് തീരുന്നൊരു വേദന, അത് ആരും കാണാതെ ജസ്റ്റ് ഒന്ന് കരഞ്ഞ് തീർക്കുക. പിന്നെ കണ്ണാടിന് മുന്നിൽ നിന്നിട്ട് പറയുക, ഞാൻ സ്ട്രോങ് ആണ്, എന്നെക്കൊണ്ട് ഇത് പറ്റും, ഞാൻ എന്തായാലും ഇത് സോൾവ് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ ദിവസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മൈൻഡ് നമ്മളോട് പറയുന്നുണ്ടാവും നിങ്ങൾക്കിത് പറ്റൂല. പക്ഷേ നമ്മളെന്ത് ചെയ്യും? മൈൻഡ് അന്നേരം പറയുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ല. കാരണം എന്താണ്? മൈൻഡിനെ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പറയുക, നിനക്കിത് സാധിക്കും എന്ന് ഉറപ്പിച്ചങ്ങ് പറയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. ഒരു 5-6 ദിവസം ഇങ്ങനെ പോവുകയാണെങ്കിൽ നാം പോലും അറിയാതെ നമ്മുടെ മൈൻഡ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക സ്ട്രോങ് ആയി വരാൻ തുടങ്ങും. ഇല്ലാത്ത പക്ഷെ എന്ത് പറ്റും? ചില ആളുകളെ കാണുന്നില്ലേ, ചില എന്തെങ്കിലും വിഷമം വന്ന് എന്താ പറയുക ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആത്മഹത്യ കാരണമൊക്കെ അറിഞ്ഞാൽ പറയുമോ, ഈ ചെറിയ പ്രശ്നത്തിനാണോ ഇവൾ ഇങ്ങനത്തെ പണി എടുത്തു വെച്ചതെന്നൊക്കെ പറയും. പക്ഷെ അവൾക്ക് അവളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് വാസ്തവം. ഒരു പക്ഷെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഇന്നും ബാക്കിയായേനെ. എങ്ങനെ? മൈൻഡ് അവരോട് പറയും, നിനക്ക് ഈ പ്രശ്നം തരണം ചെയ്യാൻ പറ്റില്ല, മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാകാം. അപ്പോൾ ഇല്ല എനിക്കിത് പറ്റുമെന്ന് അവർ തിരിച്ചു പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ആത്മഹത്യയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 ടിപ്സ് നിങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, നമ്മുടെ ഹോബീസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്യുക. രണ്ടാമത്, അത് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലാവാതിരിക്കുക. പിന്നെ
പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ്. നമുക്കിത് പറ്റും എന്ന് ചിന്തിച്ച് തന്നെയാണ് നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മൈൻഡിനെ നമ്മളത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്തോ അല്ലെങ്കിൽ ബൈബിൾ പാരായണം ചെയ്തോ രാമായണം പാരായണം ചെയ്തോ നമുക്ക് ആ മൈൻഡിനെ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ദൃഢനിശ്ചയത്തിൽ കൂടി നമുക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്തത്, ഇങ്ങനെയൊക്കെ മൈൻഡിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താകും? ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായിട്ട് മാറാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് അവിടെ വന്നു കഴിഞ്ഞാലും എന്താ പറയുക, അത് പോസിറ്റീവായിട്ട് മാറ്റാനുള്ളൊരു കഴിവ് നമ്മുടെ മൈൻഡിന് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മൈൻഡ് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമുക്ക് ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.